നമസ്കാരം. 2010-ലായിരുന്നു ബാലയുടെയും അമൃതയുടെയും പ്രണയവിവാഹമുണ്ടായത്. എന്നാൽ 2019-ൽ ഇരുവരും വേർപിരിയുന്ന വാർത്തയാണ് കേട്ടത്. പാപ്പു എന്ന അവന്തിക കൈക്കുഞ്ഞായിരുന്നപ്പോഴാണ് ബാലയും അമൃതയും വേർപിരിഞ്ഞത്. ഇരുവരും പിരിയാനുള്ള കാരണം ബാലയും അമൃതയും പങ്കുവച്ചിരുന്നില്ല. എന്നാൽ 14 വർഷങ്ങൾക്ക് ശേഷം നടൻ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ ഭാര്യയും ഗായികയും കൂടിയായ അമൃത സുരേഷ് രംഗത്ത് വന്നതു മുതൽ നിരവധി സത്യങ്ങൾ പുറത്തു വന്നിരുന്നു. 14 വർഷമായി ഞാൻ മിണ്ടാതിരിക്കുകയാണ്. എന്റെ നിശബ്ദത എന്നെ വെറുക്കാനുള്ള കാരണമായി മാറി. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് ആർക്കും സത്യാവസ്ഥ അറിയില്ലായിരുന്നു. അവിടെ വെച്ച് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ പലതുണ്ട്. ചോര തുപ്പി മൂലയ്ക്ക് കിടന്ന ദിവസങ്ങളുണ്ട്. വീട്ടിൽ പറയാൻ പറ്റില്ലായിരുന്നു. എനിക്ക് മുമ്പ് ബാലചേട്ടൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നുവെന്നും ഡിവോഴ്സ് ആയതാണെന്നും അറിയുന്നത് എൻഗേജ്മെന്റിന് ശേഷമാണെന്ന് അമൃത വെളിപ്പെടുത്തി. സംഗീത സംവിധായകൻ രാജാമണിയാണ് അച്ഛനോട് പറയുന്നത്. ഇത് വേണ്ട എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് ബാലചേട്ടൻ അത്ര ഇഷ്ടമായിരുന്നു. എന്റെ ജീവിതമായിരുന്നതിനാൽ ഞാൻ അനുഭവിച്ചതൊന്നും ആരോടും പറഞ്ഞില്ല. ഇതിനൊക്കെ സാക്ഷികളായി ജോലിക്കാരായ ചേച്ചിമാരുണ്ട്. അവരത് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ അമൃത സുരേഷ് പറഞ്ഞു. മാത്രമല്ല ബാലയുടെ മർദ്ദനമേറ്റ് ഇപ്പോഴും ചികിത്സയിലാണെന്നും അമൃത വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ വീണ്ടും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. ഇപ്പോഴിതാ വിവാദങ്ങൾക്കിടെ ഗായിക അമൃത സുരേഷ് ആശുപത്രിയിലാണെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. സഹോദരി അഭിരാമി സുരേഷാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ആശുപത്രിയിൽ നിന്നുള്ള അമൃതയുടെ ചിത്രവും അഭിരാമി പങ്കുവച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അഭിരാമി ഈ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ആരാധകർക്കിടയിൽ ആശങ്ക ഉടലെടുത്തിരിക്കുകയാണ്. മതിയായി, എന്റെ ചേച്ചിയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നത് അവസാനിപ്പിക്കൂ. ഞാൻ നിങ്ങളെ വെറുക്കുന്നു. അവരെ ജീവിക്കാൻ അനുവദിക്കൂ. നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ എന്നായിരുന്നു അഭിരാമിയുടെ കുറിപ്പ്. ഇതോടൊപ്പം കാർഡിയാക് ICUവിന് മുന്നിൽ നിന്നുള്ള ചിത്രവും അഭിരാമി പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ എന്താണ് അമൃതയ്ക്ക് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. പോസ്റ്റും ചിത്രവും അഭിരാമി പിൻവലിച്ചതോടെ ആരാധകരാകെ ആശങ്കയിലാണ്. അധികം വൈകാതെ തന്നെ താരവും കുടുംബവും വ്യക്തത വരുത്തുമെന്നാണ് സോഷ്യൽ മീഡിയ കരുതുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ അനന്തരഫലമാണ് ഇതെന്നാണ് കരുതുന്നത്. ബാലയ്ക്കെതിരെ മകൾ രംഗത്തെത്തിയത് വലിയ വിവാദമായി മാറിയിരുന്നു. ബാല തനിക്കും അമൃതയ്ക്കുമെതിരെ നടത്തിയ ക്രൂരതകൾ വിളിച്ചു പറയുകയായിരുന്നു മകൾ. പിന്നാലെ ബാല മറുപടിയുമായി എത്തി. ഇനി മകൾക്ക് അപ്പയില്ലെന്നും മകളോട് തർക്കിക്കാനില്ലെന്നുമായിരുന്നു ബാലയുടെ പ്രതികരണം. മകൾക്കെതിരെ സോഷ്യൽ മീഡിയ ആക്രമണം ശക്തമായതോടെയാണ് അമൃത പ്രതികരണവുമായി രംഗത്തെത്തുന്നത്. ഗുരുതര ആരോപണങ്ങളായിരുന്നു ബാലയ്ക്കെതിരെ അമൃത ഉന്നയിച്ചത്. ബാല തന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നും താൻ ജീവനും കൊണ്ട് ഓടിയതാണെന്നും അമൃത തുറന്നു പറഞ്ഞു. താൻ ബാലയുടെ 2ാം ഭാര്യയായിരുന്നുവെന്നും ആദ്യ വിവാഹം മറച്ചുവെച്ചാണ് ബാല തന്നെ വിവാഹം കഴിച്ചതെന്നും അമൃത ആരോപിച്ചിരുന്നു. പിന്നാലെ അമൃതയ്ക്ക് പിന്തുണയുമായി ബാലയുടെ മുൻ ഡ്രൈവറും അമൃതയുടെ സുഹൃത്തുമൊക്കെ രംഗത്തെത്തി. അമൃതയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്നതായിരുന്നു ഇരുവരുടെയും പ്രതികരണങ്ങൾ. ബാലയുടെ മുൻ ഭാര്യ എലിസബത്ത് നേരിട്ടതും സമാന അനുഭവമാണെന്നാണ് അമൃതയുടെ സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ. ബാല എലിസബത്തിനെ മാനസിക രോഗിയായി ചിത്രീകരിച്ചെന്നും അവർ ഓടി രക്ഷപ്പെട്ടതാണെന്നും ബാലയ്ക്ക് ലൈംഗിക വൈകൃതമുണ്ടെന്നും അമൃതയുടെ സുഹൃത്ത് ആരോപിച്ചിരുന്നു. ആരോപണങ്ങളിൽ പ്രതികരണവുമായി ബാലയും എത്തിയിരുന്നു. താൻ വാക്ക് പാലിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുകയാണെന്നായിരുന്നു ബാലയുടെ പ്രതികരണം. ഇതിനിടെയാണ് അമൃത ആശുപത്രിയിലാണെന്ന വാർത്ത പുറത്തുവരുന്നത്. എന്നാൽ വാർത്തയ്ക്ക് പിന്നാലെ കൂടുതൽ വിവരങ്ങളൊന്നും അറിവായിട്ടില്ല. അഭിരാമി പോസ്റ്റ് പിൻവലിക്കുക കൂടി ചെയ്തതോടെ ആരാധകർ ആകെ ആശങ്കയിലാണ്. ഔദ്യോഗിക പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകരും സോഷ്യൽ മീഡിയയും.